സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ കാഴ്ച കണ്ട് തകർന്ന സൂര്യ കൽപ്പനയെ ചോദ്യം ചെയ്തുവാണ്. ഇതിലും ഭേദം നിനക്കങ്ങ് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നോ? അന്നേരം കൽപ്പന പറയണേ, ഞാനതിന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നടക്കണ്ടേ. പിന്നെ ഇപ്പം കണ്ടതിനുള്ള ന്യായീകരണം അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ഒരു പെണ്ണാണ്, യൗവനം മാറാത്ത പെണ്ണ്. എൻ്റെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ആവശ്യങ്ങളുണ്ട്. അതൊന്നും സാധിച്ചു തരാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ. നിങ്ങളിങ്ങനെ ഒന്നിനും കൊള്ളാത്തൊരു ജന്മമായി പോയില്ലേ. നിങ്ങൾ ഈ കാര്യം ആരോട് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഭാഗത്തും പറയാൻ ന്യായങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ ഒന്നിനും കൊള്ളാത്തൊരു ജന്മത്തിനെ ഇത്രയും നാൾ ഞാൻ സഹിച്ചില്ലേ. ഇപ്പോഴും ഭർത്താവെന്ന പേരിൽ കൊണ്ട് നടക്കുന്നില്ലേ. എനിക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നേടാനായിട്ട് ശ്രമിക്കും. അതെല്ലാം ഞാൻ വെട്ടിപ്പിടിച്ചിരിക്കും. അതിൽ നിങ്ങൾക്ക് ദേഷ്യവും സങ്കടമൊന്നും തോന്നിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് കൽപ്പന ദേഷ്യത്തിൽ താഴത്തേക്ക് ഇറങ്ങി പോകുവാണ് കേട്ടോ. ഈ സമയം കൽപ്പനയുടെ വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്ന് മനസ്സ് മരവിച്ചിരിക്കുകയാണ് സൂര്യ. പിന്നീട് കാണിക്കുന്നത് വരുണും മുത്തശ്ശിയും പത്മിനിയും പ്രിയങ്കയും കൽപ്പനയും അവരെല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതാണ്. അങ്ങനെ രാധിക അവർക്കെല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുവാണ്. ആ സമയം മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കണേ, അല്ല പ്രിയങ്ക എന്ന് അടുക്കളയിൽ കയറാഞ്ഞ് കുറച്ച് ദിവസം ഭയങ്കര പാചകവും വിളമ്പിത്തരലും ഒക്കെ ആയിരുന്നല്ലോ. ആ സമയം പ്രിയങ്ക പറഞ്ഞേ, അതുവിനെ മുത്തശ്ശി എനിക്കിന്ന് തീരെ വയ്യ. പിന്നെ അതുമാത്രമല്ല ചേച്ചിക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിത്തരണമെന്ന് ഒരേ വാശി. എന്നാൽ പിന്നെ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതെന്താണെങ്കിലും നന്നായി. രാധിക മോള് പിന്നെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തോളുമല്ലോ. ഈ സമയം വരും ചോദിക്കണേ, അല്ലമ്മേ ഏട്ടന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നില്ലേ? ഈ സമയം പത്മിനി കൽപ്പനയെ നോക്കുവാണ്. അന്നേരം കൽപ്പന പറഞ്ഞേ, അത് പിന്നെ ഞാൻ വിളിച്ചതാ സൂര്യനെ. സൂര്യക്കപ്പോൾ വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ചില്ല. അന്നേരം പത്മിനി പറയണേ, എന്താണെങ്കിലും ഞാനൊന്ന് ചെന്ന് വിളിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ പത്മിനി സൂര്യ വിളിക്കാനായിട്ട് മുകളിലേക്ക് പോകുവാണ്. ഈ സമയം കൽപ്പനയാണെങ്കിൽ ടെൻഷനോട് കൂടി ഇരിക്കുവാണ്. അന്നേരം ഗൗതമും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, നീ എന്താടാ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, വന്നിരുന്ന് കഴിക്കും. എന്തു പറ്റിയടാ? എന്താടാ നിൻ്റെ മുഖത്തിൽ കളലക്ഷണം പോലെ? എന്തേലും പണിയൊപ്പിച്ചോ നീ? ഒന്നുമില്ല മുത്തശ്ശി. അങ്ങനെ രാധിക വന്ന ഗൗതമിനും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുവാണ്. ഈ സമയം മുകളിലേക്ക് എത്തുന്ന പത്മിനി കാണുന്നത് അവിടെ മുകളിൽ സങ്കടത്തോടെ കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെയാണ് കേട്ടോ. അതുകൊണ്ട് പത്മിനി സൂര്യയുടെ ഇതിലേക്ക് ഓടിച്ചില്ലണേ, എന്തു പറ്റി മോൻ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ലമ്മേ, എനിക്കൊരു വിഷമവും ഇല്ല. നിൻ്റെ മുഖം കണ്ട അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. സത്യം പറ, എന്താ എൻ്റെ മോൻ്റെ ഉള്ളിലുള്ളത്? അന്നേരം സൂര്യ പറയണേ, എനിക്കൊരു വിഷമവും ഇല്ലമ്മേ. ഈ അവസ്ഥയിലും നിങ്ങളെല്ലാവരും എന്നെ ഒത്തിരി സ്നേഹിക്കുന്നില്ലേ? എനിക്കൊരു തളർച്ച പറ്റിയെങ്കിലും എൻ്റെ അമ്മയും അച്ഛനും അനുജനും ഒക്കെ എത്ര കാര്യത്തോടെ എന്നെ നോക്കുന്നത്. അതിലൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളത്. പിന്നെ ഇപ്പോൾ എനിക്ക് ചെറിയൊരു നടുവേദനയുണ്ട്. അത് കാരണം അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ വേറൊരു കുഴപ്പവും എനിക്കില്ല. സത്യമാണോ മോനെ? പിന്നല്ലാതെ. എന്നാ മോൻ താഴത്തേക്ക് വാ. ഞങ്ങളെല്ലാവരുടെ ഭക്ഷണം കഴിക്കാതിരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അന്നേരം സൂര്യ പറയണേ, എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ടമ്മേ. എന്നാൽ ശരി, ഞാൻ നിനക്കുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? വേണ്ടമ്മേ, ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ പത്മിനിനെ വിളിക്കുവാണ് കേട്ടോ. അന്നേരം സൂര്യ പറയണേ, അമ്മ ചെല്ല്, അവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമല്ലേ. എനിക്കിപ്പോൾ വിശപ്പില്ലാത്തതുകൊണ്ടാ. അമ്മ ചെന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ പത്മിനിനെ നിർബന്ധപൂർവ്വം അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ പത്മിനി തിരിച്ചു വരുന്നത് കാണുമ്പോൾ മുത്തശ്ശി ചോദിക്കണേ, എന്തായി സൂര്യ വന്നില്ലേ? ഇല്ല, അവനിപ്പോൾ ഭക്ഷണം വേണ്ടെന്ന്. പിന്നെ അവന് ചെറിയൊരു നടുവേദനയുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് അവൻ. അത് കാരണം പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞത്. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം അവൻ്റെ അരികിലേക്ക് കൊണ്ടുവല്ലാം. ഈ സമയം മുത്തശ്ശി പറയണേ, അല്ല നമ്മൾ ഈ ഫോണിലും മറ്റുമൊക്കെ കാണുന്നതല്ലേ, എന്ത് അസുഖമാണെങ്കിലും നിമിഷങ്ങൾക്കകം മാറ്റിത്തരുമെന്നും കുറച്ച് നാളത്തെ ചികിത്സയിലൂടെ തന്നെ ആൾക്കാർ എണീപ്പിച്ച് നടത്തുന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. അങ്ങനെ ആരെങ്കിലും നമുക്ക് സൂര്യ ഒന്നുകൊണ്ടേ കാണിച്ചാലോ? ഈ സമയം വരൺ പറയണേ, അങ്ങനെയുള്ളവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവരൊക്കെ ചിലപ്പോൾ ഏട്ടൻ്റെ ശരീരം വെച്ച് വല്ല പരീക്ഷണമോ മറ്റോ നടത്തിക്കളഞ്ഞാലോ? ഈ സമയം രാധിക പറയുന്നുണ്ട്, എല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് തള്ളണ്ട. എൻ്റെ അച്ഛന് പരിചയമുള്ളതിൽ ഇതുപോലെ ചില നാഡി ചികിത്സ നടത്തുന്ന വൈദ്യന്മാരൊക്കെ ഉണ്ട്. നമുക്ക് അതുവഴി ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ? അച്ഛനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കട്ടെ? അത് കേൾക്കുന്നതും വരൻ പറയണേ, അതിനെന്താ? രാധിക പറഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാകുമല്ലോ, നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേസമയം സൂര്യയുടെ മനസ്സിലാണെങ്കിൽ വീണ്ടും ഗൗതത്തിനെയും കൽപ്പനയും ഒരുമിച്ച് കണ്ട സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അതൊക്കെ ഓർത്തിട്ട് സൂര്യക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ തോന്നുവാണ്. അങ്ങനെ സൂര്യ ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് വേഗം തന്നെ ആ വീൽ ചെയർ ഉരുട്ടി താഴത്തേക്ക് സ്വയം വീഴുവാണ് കേട്ടോ. ഈ സമയം സൂര്യയാണെങ്കിൽ താഴെ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വീഴുന്നത് കാണുന്ന രാധിക അങ്ങോട്ടേക്ക് ഓടി ചെല്ലുക. അയ്യോ ഏട്ടൻ! പിന്നാലെ തന്നെ ആ കാഴ്ച കണ്ട് വരുണും അവരെല്ലാവരും അവിടെ നിന്ന് ഓടി വന്ന് താഴത്തേക്ക് വീഴാൻ പോകുന്ന സൂര്യയെ പിടിക്കുവാണ്. അങ്ങനെ വരുണും രാധികയും അവരെല്ലാവരും കൂടി ചേർന്ന് സൂര്യയെ താങ്ങിയെടുത്ത് സോഫയിൽ കൊണ്ടുവന്നിരുത്തുവാണ്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും ഗൗതമും കൽപ്പനയൊക്കെ. അന്നേരം മുത്തശ്ശിയും പത്മിനിയൊക്കെ ചോദിക്കണേ, എന്താ പറ്റിയത് മോനെ? മോനോട് ഞാൻ ചോദിച്ചല്ലേ താഴത്തേക്ക് വന്നുവെന്ന്, പിന്നെ നീ എന്തിനാ തനിയെ വരാൻ നോക്കിയത്? അന്നേരം സൂര്യ പറയണേ, അത് പിന്നെ അമ്മേ, ഞാൻ പെട്ടെന്ന് ഇതുവഴി ഇങ്ങനെ പോയപ്പോൾ എൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയതാ.
വേദനയുണ്ട് ഏട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. അതിന് എനിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. അപ്പോഴേക്കും നിങ്ങളെല്ലാവരും വന്നില്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, രാധികമോള് കണ്ടതുകൊണ്ട് ഭാഗ്യം, ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാതിരിക്കുന്നത്? സൂക്ഷിക്കണ്ടേ മോനെ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെല്ലാവരും സൂര്യയുടെ അവസ്ഥയിൽ ടെൻഷനാകുവാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൽപ്പനയും ഗൗതമും രാധികം സൂര്യയുടെ അരികിലുണ്ടാകും കേട്ടോ. സൂര്യയാണെങ്കിൽ കൽപ്പനയെ ദേഷ്യത്തോടു കൂടി നോക്കുവാണ്. അന്നേരം കൽപ്പന വേഗം തന്നെ മുകളിലേക്ക് പോകുവാണ്. ഗൗതം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വീൽ ചെയറിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സൂര്യനെയാണ്. ഈ സമയം സൂര്യ അങ്ങനെ മാറിയിരിക്കുന്നത് കണ്ട് രാധിക വന്ന് സൂര്യയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. എന്ത് പറ്റിയേട്ടാ? ഏട്ടൻ എന്തോ ഒരു വിഷമമുണ്ട്. കുറച്ച് നേരമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. മുകളിൽ നിന്ന് വീണത് ഏട്ടൻ മനഃപൂർവ്വം അങ്ങനെ ശ്രമിച്ചതാണോ? ഏയ്, ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഏട്ടൻ്റെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. ശരീരത്തിൻ്റെ വേദനയോ മനസ്സിൻ്റെ വേദനയോ ഒന്നും ഏട്ടൻ കാര്യമാക്കുന്നില്ല, ആരോടൊന്നും സംസാരിക്കുന്നുമില്ല. എന്തോ ഒരു കാര്യം ഏട്ടൻ്റെ മനസ്സിന് അലട്ടുന്നുണ്ട്. അതെന്താണെങ്കിലും തുറന്നു പറഞ്ഞൂടെ? മനസ്സിലെന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അതാരോട്ടെങ്കിലും തുറന്നു പറയുമ്പോഴല്ലേ നമുക്കൊരാശ്വാസം കിട്ടൂ. ഞാനങ്ങനെയാണ് ചെയ്യാറ്. അന്നേരം സൂര്യ പറയുക, ഞാനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. എന്തുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും വരനോടും ഒക്കെ പറയും. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ചിലർ തന്നെ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സ് മരവിച്ച് പോകുവാണ്. സത്യം പറഞ്ഞാൽ ഈ കണിമംഗലം വീടിൻ്റെ ഏറ്റവും വലിയ കണ്ണീര് ഞാൻ തന്നെയാണ്. എൻ്റെ പേരിലാണ് ഇവിടെയുള്ള എല്ലാവരും വിഷമിക്കുന്നത്. ഒരു ശാപം കിട്ടിയ ജന്മം തന്നെയാണ് ഞാൻ. എല്ലാവരും എൻ്റെ അസുഖമൊക്കെ മാറി ഞാൻ എണീക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലേക്ക് പോയാൽ മതി എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത്രയും മടുത്തു ഞാൻ. അതെ, ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട. എൻ്റെ സങ്കടം കാരണം അറിയാതെ വായിന്ന് പുറത്തു വന്നതാ. ഞാൻ ഇനിയും കൂടുതൽ പറഞ്ഞ് കുട്ടിയെ കരയിപ്പിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് സൂര്യ സങ്കടത്തോടെ വീൽ ചെയർ ഉരുട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സൂര്യയുടെ വാക്കുകളൊക്കെ കേട്ട് രാധിക വല്ലാതെ വിഷമത്തോടു കൂടി നിൽക്കുവാണ്. പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും അവിടെ നിൽക്കുന്ന മുത്തശ്ശീനെ കാണുന്നത്. മുത്തശ്ശിയും സൂര്യ പറഞ്ഞതൊക്കെ കേട്ട് ഒത്തിരി സങ്കടപ്പെടുവാണ്. എന്നിട്ട് രാധികയും കൂട്ടി റൂമിലേക്ക് പോകുവാണ് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് റൂമിൽ വന്ന് പൊട്ടിക്കരയോ മുത്തശ്ശി. മോളെ, അവൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ആ വീൽ ചെയറിൽ ഇങ്ങനെ ഇരുന്ന് അവൻ്റെ മനസ്സാകെ മടുത്തു. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീൽ ചെയറിലിരുന്നും അവൻ ചിരിക്കുന്നത്. പക്ഷേ ആ ചിരിയിലും അവൻ മനസ്സിനെ ഞെരിക്കുന്ന രീതിയിൽ വിഷമം ഉള്ളിലൊതുക്കിയിട്ടുണ്ട്. ആ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് അവൻ ഞങ്ങളുടെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുന്നത്. അത് മുത്തശ്ശിക്കറിയാം എന്നും പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെട്ട് കരയുവാണ്. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.